നമുക്കിപ്പോൾ അറിയാം, ഇതിനു മുൻപ് പലതവണ നമ്മൾ അവരുടെ ഈ ഭീകര ആക്രമണത്തിനൊക്കെ ഇരയായിട്ടുള്ളവരാണ്. വീണ്ടും അതുണ്ടാകുമ്പോൾ നമ്മൾ കുറെ കൂടി തീക്ഷ്ണമായി തന്നെ പ്രവർത്തിക്കേണ്ടുന്ന ഒരു സമയമാണോ ഇത്? പ്രത്യേകിച്ച് ഈ ഇവരുടെ ഒരു ഭീകരവാദ നെറ്റ്വർക്കിനെ തകർത്ത് കളയുക എന്ന് പറയുന്ന അത്ര എളുപ്പമാണോ എന്ന് നമുക്കറിയില്ല. പക്ഷെ അത് ഇനിയും അത് വച്ചുപൊറുപ്പിക്കരുത് എന്ന തരത്തിലേക്ക് വളരെ കർക്കശമായൊരു നിലപാടിലേക്ക് ഇന്ത്യ പോകും. അങ്ങനെ പോകേണ്ടതല്ലേ? ഇന്ത്യ പോകുമെന്ന് കരുതാമോ നമുക്ക്? അതത്ര എളുപ്പമാണോ എന്നത് അറിയില്ല. ബുദ്ധിമുട്ടുള്ളൊരു സാഹചര്യമാണ്. കാരണം ജനാധിപത്യ രാജ്യങ്ങൾ തമ്മിൽ വളരെ കുറച്ച് മാത്രമേ യുദ്ധങ്ങൾ ഉണ്ടായിട്ടുള്ളൂ. പക്ഷേ പാകിസ്ഥാൻ ഒരു ജനാധിപത്യ രാജ്യമല്ലല്ലോ. അതുകൊണ്ട് തന്നെ അവരുടെ നടപടി എങ്ങനെ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല. നമ്മളിപ്പോൾ ഒരു ലിമിറ്റഡ് വാറിലേക്ക് ചിലപ്പോൾ പോയേക്കും. ഇവിടെ കോസ്റ്റ് ഗാർഡ് മുൻ DG പറഞ്ഞതുപോലെ നമ്മൾ സാമ്പത്തികപരമായി പാകിസ്ഥാനെ ഞെരുക്കുന്നത് തന്നെ ഒരു എക്കണോമിക് വാറാണ്. നയതന്ത്രപരമായി ചെയ്യാവുന്നതെല്ലാം ചെയ്യുന്നുണ്ട്. മറ്റ് രാജ്യങ്ങളുടെ പിന്തുണ നമ്മൾ നേടുന്നു. സ്ട്രാറ്റജിക്കലായിട്ട് തന്ത്രപരമായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ് ഈ പറയുന്ന 13 കാര്യങ്ങളിൽ പ്രധാനപ്പെട്ടവയൊക്കെ. ഇപ്പോൾ സാമ്പത്തികമായിട്ട് മാത്രമല്ല, തന്ത്രപരമായും പാകിസ്ഥാൻ ഒറ്റപ്പെടുകയാണ്. ഇവിടെ പാകിസ്ഥാന് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത സാമ്പത്തിക പ്രതിസന്ധി പാകിസ്ഥാൻ ഉണ്ടാക്കുന്നു. ബലൂചിസ്ഥാൻ ഒരുപക്ഷെ വിമോചനം നേടാനുള്ള ശ്രമങ്ങൾ നടത്തിയേക്കും. അങ്ങനെ തുടങ്ങി പ്രാന്തപ്രദേശത്തുള്ള പാകിസ്ഥാൻ വിരുദ്ധ ശക്തികളെല്ലാം പാകിസ്ഥാനെതിരെ തിരിയുന്ന ഒരു പശ്ചാത്തലം. ജനങ്ങൾ തന്നെ സാമ്പത്തികമായി ബുദ്ധിമുട്ടുമ്പോൾ പട്ടാളത്തിനെതിരെ തിരിഞ്ഞ ചരിത്രം പഴയ കാലത്തും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇമ്രാൻഖാൻ ജയിലിലാണ്. ബിലാൽ ഭൂട്ടോ ആകട്ടെ പട്ടാള മേധാവിയെ തഴുകിക്കൊണ്ട് പിന്നെ സർദാരി ഭൂട്ടോ പ്രസിഡൻ്റായി നിൽക്കുന്നു. അപ്പോൾ അങ്ങനെ പട്ടാളത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ നേതൃത്വം, അതൊരു ഫേമസ് സെയിങ് തന്നെ ഉണ്ട്. എല്ലാ രാജ്യങ്ങൾക്കും ഒരു മിലിറ്ററി ഉണ്ട്. പക്ഷേ മിലിറ്ററിക്കൊരു രാജ്യമുണ്ട്, അതിൻ്റെ പേരാണ് പാകിസ്ഥാൻ. ഇപ്പോൾ നമ്മൾ എല്ലാ രീതിയിലും സജ്ജമാവുക. ചോദ്യത്തിലുള്ള പ്രിസൈസ് ആൻസർ, നമ്മൾ എല്ലാ രീതിയിലും സജ്ജരാവുക. ഒന്നിലും കോംപ്രമൈസ് വേണ്ട. എപ്പോൾ വേണമെങ്കിലും ഒരു ലിമിറ്റഡ് വാർ ഉണ്ടാകാം. ആ ലിമിറ്റഡ് വാറിന് അപ്പുറം പോകുമോ എന്നുള്ളത് നമ്മളല്ല നിശ്ചയിക്കുന്നത്, പാകിസ്ഥാനാണ്. കാരണം പാകിസ്ഥാന് ആരോടും ഉത്തരവാദിത്വമില്ലാത്ത ഒരു അയൽപക്ക രാജ്യമാണ്. മാത്രമല്ല പാകിസ്ഥാൻ ഡിസിൻറ്റഗ്രേറ്റ് ചെയ്താൽ പോലും അത്ഭുതപ്പെടാനില്ല. അങ്ങനെ ഡിസിൻറ്റഗ്രേറ്റ് ചെയ്താൽ വീണ്ടും ഇന്ത്യക്കാണ് പ്രശ്നം. കാരണം നമ്മുടെ ഉപഭൂഖണ്ഡത്തിലാണ് പിന്നീടുള്ള പുത്തൻ ശീത സമരങ്ങളൊക്കെ വരാൻ പോകുന്നത്. അത് മതമാകാം, വർഗീയതയാകാം, രാഷ്ട്രീയമാകാം, ജിയോ പൊളിറ്റിക്കലാകാം. ഇത്തരത്തിലുള്ള സംഘടനകൾ വരുമ്പോൾ നമ്മുടെ ഉപഭൂഖണ്ഡം ആൾറെഡി നമുക്ക് ബംഗ്ലാദേശ് ഈയിടയ്ക്ക് നമ്മളുമായിട്ടൊന്ന് തെറ്റി നിൽക്കുകയാണ്. അപ്പോൾ ചുരുക്കത്തിൽ ഇവരെല്ലാം ഒന്നിച്ചു വരികയില്ലായിരിക്കാം. പക്ഷെ നമുക്കത് നമ്മുടെ സുരക്ഷിതത്വത്തെ വെല്ലുവിളിക്കുന്ന ഒരു പശ്ചാത്തലം വരുന്നത് കൊണ്ട് നമ്മൾ എല്ലാ തരത്തിലും ജാഗ്രതയായിരിക്കണം. ഇവിടെ സംസ്ഥാനങ്ങൾക്കോ വേണ്ട നിർദ്ദേശം കൊടുത്തു എന്ന് പറയുമ്പോൾ നമ്മൾ പഴയ കാലത്ത് നമുക്ക് കേരളമൊക്കെ വളരെ സേഫാണ്, ഒന്നും പേടിക്കാനില്ല എന്നൊക്കെ പറയാം. ഇന്നിപ്പോൾ അത് പറ്റുമോ? ശ്രീലങ്ക ചൈനയുമായി അടുത്ത് നിൽക്കുകയല്ലേ. നമ്മുടെ ദക്ഷിണേന്ത്യ ബോർഡേഴ്സ് പോലും സേഫ് അല്ല. മറ്റേത് നോർത്ത് ഇന്ത്യയിലാണ് കൂടുതൽ കണ്ടിട്ടുള്ളത്, ഇല്ലെങ്കിൽ നോർത്ത് ഈസ്റ്റിലും വെസ്റ്റിലുമാണ് കണ്ടിട്ടുള്ളത്. ഇപ്പോൾ സൗത്തിനും ആ പ്രോബ്ലം വരും. നമ്മൾ വളരെ കെയർഫുൾ ആകണം. നമ്മൾ അതുകൊണ്ട് തന്നെ നാഷണൽ സെക്യൂരിറ്റിക്ക് വലിയ പ്രാധാന്യം കൊടുത്ത് എല്ലാ തരത്തിലും ജാഗ്രത പാലിക്കുന്ന നടപടികൾ എടുക്കണം. അത് എടുത്തുകൊണ്ടിരിക്കുകയാണ്. യുദ്ധം എപ്പോഴും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. ലിമിറ്റഡ് വാർ ഉണ്ടായാൽ അതിൽ അത്ഭുതപ്പെടാനില്ല എന്നാണ് എൻ്റെ അഭിപ്രായം.